65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 0488423265. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 4 ദിവസമായി ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നു. 41 കമ്പാർട്ട്മെന്റുകളുള്ള ചരക്കു തീവണ്ടി ട്രാക്കിൽ തടസ്സമായതോടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട ട്രെയിനുകൾ മറ്റു ട്രാക്കുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതാണ് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നത്. രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകളിലായി എത്തുന്ന ട്രെയിനുകളിൽ കയറാൻ നിലവിൽ നിർത്തിയിട്ടിരിക്കുന്ന ഗുഡ്സ് ട്രെയിൻ ചുറ്റി ഏകദേശം 1 കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയാണ്. പുലർച്ചെ മുതൽ എത്തുന്ന 9ഓളം ട്രെയിനുകളെ ആശ്രയിക്കുന്ന സ്ഥിരം യാത്രക്കാരും പ്രായമായവരും ഇതോടെ ദുരിതത്തിലായി. റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. പ്രതിഷേധത്തെ തുടർന്ന് 10 ബോഗികൾ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തെങ്കിലും ബാക്കി 31 ബോഗികൾ ഇപ്പോഴും പ്ലാറ്റ്ഫോമിൽ തുടരുകയാണ്. നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന് അടിയിലൂടെ നുഴഞ്ഞുകയറി പ്ലാറ്റ്ഫോം മാറാൻ ശ്രമിക്കുന്നതിനിടെ യാത്രക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാകുകയാണ്. അടിയന്തരമായി ഗുഡ്സ് ട്രെയിൻ മാറ്റണമെന്നും വർഷങ്ങളായുള്ള ആവശ്യമായ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കണമെന്നും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി സെക്രട്ടറി കെ ശശീധരൻ ആവശ്യപ്പെട്ടു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിൽക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും അസൗകര്യമാകുന്നതിനാൽ 2-ാം നമ്പർ റോഡിലെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ലൈനിലാണ് ഡൗൺ ലൈൻ നിൽക്കുന്നത്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ദുഷ്കരമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. ഈ സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് പുസ്തകത്തിൽ 1045ഓളം പരാതികൾ ഈ അടുത്ത കാലത്ത് തന്നെ യാത്രക്കാർ എഴുതിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്ലൈനിൽ 3-ലും 4-ലും വരുന്ന വണ്ടികൾക്ക് സ്റ്റേഷനിലേക്ക് കടക്കാനോ അതുപോലെ സ്റ്റേഷനിലുള്ളവർക്ക് 3-ാം നമ്പർ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനോ യാതൊരുവിധ സൗകര്യമില്ല. പ്ലാറ്റ്ഫോം സൗകര്യം ഇല്ലാത്തതിനും ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതിനും യാത്രക്കാർ വളരെ പ്രയാസപ്പെടുന്നു. പല യാത്രക്കാരും ട്രെയിനിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നതിനാൽ അപകടം ഉണ്ടായിട്ടുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നിരവധി പേരാണ്. അതിനാൽ അടിയന്തരമായും ഫുട് ഓവർ ബ്രിഡ്ജ് പണിയണം. 2, 3, 4 പ്ലാറ്റ്ഫോമുകൾ ഹൈ ലെവൽ പ്ലാറ്റ്ഫോമാക്കി യാത്രക്കാർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ ചെയ്യണമെന്ന് റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെടുന്നു. ഗുഡ്സ് നിർത്താനുള്ള കാരണം അധികാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എവിടെയും ഗുഡ്സ് കൊണ്ടുപോയിടാൻ സ്ഥലം സൗകര്യമില്ലാത്തതിനാൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം സൗകര്യമുള്ള വള്ളത്തോൾ നഗർ പെർമനൻ്റായിട്ട് സ്റ്റേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10 ലോഡഡ് കോച്ചുകളുള്ള സ്റ്റീൽ മാത്രമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 45ഓളം കോച്ചുകൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് 10 കോച്ച് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനു മുന്നേ ഏറ്റവും വലിയ ദുഷ്കരമായിരുന്നുള്ളതാണ് സ്ഥിതി. ചേട്ടൻ്റെ പേര്? ശശീധരൻ, സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററാണ്. വള്ളത്തോൾ റെയിൽവേ വികസന സമിതിയുടെ സെക്രട്ടറിയാണ്. ദുരിത സാഹചര്യം വിവരിച്ച് റെയിൽവേ സ്റ്റേഷനിലെ പരാതി ബുക്കിൽ 40ഓളം പരാതികൾ നൽകിയിട്ടും അധികൃതർ മൗനം തുടരുകയാണെന്ന് സ്ഥിരം യാത്രക്കാരനായ മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടികൾ ഇതുമായിട്ടുള്ള ഗൂഡ്സ് വണ്ടികൾ കൊടുത്തിട്ടതിന് ശേഷം ജനങ്ങൾ അവിടെ പാസഞ്ചറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് മുറിഞ്ഞു കിടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ വലിയ നീളത്തിലിത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകൾ അങ്ങേ അറ്റം പോയിട്ട് അവിടുന്ന് തിരിഞ്ഞു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. മാത്രമല്ല ഒരുപാട് യാത്രക്കാർ ഈ ഗൂഡ്സ് ട്രെയിനിൻ്റെ അടിയിലൂടെ ഒന്ന് മേളിലേക്ക് കയറാൻ പറ്റാതെ സ്റ്റക്കായി തിരിച്ചു പോയി വീണ്ടും ആ സൈഡിൽ കൂടെ പോകേണ്ട വന്ന അവസ്ഥ ഉണ്ടായി. 1-2 തവണ നമ്മളിതിൻ്റെ സ്റ്റേഷൻ മാസ്റ്ററെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. ഈ പ്രയാസം വളരെ പ്രയാസപ്പെട്ടു. വളരെ കൊത്തിപ്പിടിച്ച് കയറി ഗൂഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങോട്ട് പലപ്പോഴും വീഴാനും അതുപോലെ തന്നെ ഒരുപാട് പരിക്ക് പറ്റാനുള്ള സാധ്യത ഒരുപാടാണ്. അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം
അത് യാത്രക്കാർക്കാണ്. ഏകദേശം കാലത്ത് നമുക്കറിയാം ഇവിടുന്ന് മെമുവിൽ കയറി പോകുന്നു 100 മേലെ പാസഞ്ചേഴ്സ് ആ സമയത്ത് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇതേ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടായത്. ഇത് മാത്രമല്ല, ഈ കയറി ഇറങ്ങുക എന്നുള്ളത്, ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കയറുക എന്നുള്ളത് വളരെ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ കാലിനും മറ്റും പ്രയാസമുള്ള ആളുകൾക്കൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ഏതായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അതിലേക്ക് ശ്രദ്ധ ചെലുത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു സ്ഥിര യാത്രക്കാരൻ എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. You are watching VCV News.